അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹ്മിനീങ്ങളെ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ഒട്ടനവധി സഹോദര സഹോദരിമാര്, ഉമ്മ ഉപ്പമാര്, വിദ്യാർത്ഥിനികൾ, വലിയ സന്തോഷം. കമന്റിൽ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നുണ്ട്. ക്ലാസ് കേൾക്കുന്നു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പരിശുദ്ധ റമദാനിൽ വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദീനിന്റെ സേവനം, അത് ദീനിന്റെ വിജ്ഞാനം പഠിക്കലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലുമാണ്. അതിന്റെ ഭാഗവാക്കാകണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അവരോട് റിക്വസ്റ്റ് ആണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ പ്രത്യേകം നമ്മുടെ പരിപാടികൾ കാണണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇക്കൊല്ലത്തെ 2026 പരിശുദ്ധ റമദാൻ കേരളക്കാരായ നമുക്ക് അതിന്റെ തുടക്കം പരിശുദ്ധമായ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഒരു കൊല്ലത്തെ റമദാൻ, പരിശുദ്ധ റമദാൻ തുടങ്ങിയാൽ തീർച്ചയായും നമ്മൾ അതിനകത്ത് കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് വിഷയങ്ങൾ അറിയാനുണ്ട്. 7 അത്ഭുതങ്ങൾ വ്യാഴാഴ്ച റമദാൻ തുടങ്ങിയാൽ നമുക്ക് അനുഭവിക്കാനും നേടിയെടുക്കാനും സാധിക്കും. ഒന്ന് മനസ്സ് വെച്ചാൽ, പരിശുദ്ധമായ വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഒരു വെറൈറ്റി ആയ ദിവസമാണ്. ചുമ്മാ മറ്റു ദിവസങ്ങളെ പോലെയല്ല. എന്താ അതിന്റെ പ്രത്യേകത? ഒന്ന്, ഫസ്റ്റ് വൺ, പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ. അത് റമദാനിൽ മാത്രമല്ല, വ്യാഴാഴ്ച ഏത് മാസത്തിൽ ഏതാഴ്ചയിൽ വന്നാലും വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം സ്വർഗത്തിന്റെ കവാടങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ് എന്ന് ഹദീസിൽ കാണാം. അതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധ റമദാനിൽ പ്രത്യേകം സ്വർഗത്തിന്റെ കവാടം തുറക്കും. അപ്പോ ഇരട്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അനുഭൂതിയുടെ ദിവസമാണ് വ്യാഴം നോമ്പ് തുടങ്ങുമ്പോൾ. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത, അമലുകൾ മർഫു ആകുന്ന വീക്കിലി, ആഴ്ചയിലൊരു ദിവസമാണ് വ്യാഴാഴ്ച. നമ്മുടെ ഒരാഴ്ചത്തെ അമൽ കർമ്മങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ റിക്കാർഡ് കൊണ്ടുപോയി അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനെ കാണിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് നോമ്പ് തുടങ്ങുന്ന അന്ന് തന്നെ, നോമ്പ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഇക്കൊല്ലത്തെ ഫസ്റ്റ് നോമ്പിന് തന്നെ നമ്മുടെ അമലുകൾ മർഫു ആകുന്നുണ്ട്, അള്ളാഹിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു മൂന്നാമത്തെ പ്രത്യേകത, യൗമുൽ ഖമീസി അഹ്സനുൽ അയ്യാമി ലിത്വാലിബിൽ ഹാജാതി മിൻ അനാമി. മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച എന്ന് പറയുന്നത് അഹ്സനുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ ദിവസമാണ്. അത് ലിത്വാലിബിൽ ഹാജാതി മിൻ അനാമി, ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മുറാദ് ഉണ്ടാകുമല്ലോ, ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാകുമല്ലോ. ആ ഉദ്ദേശങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഹാസ്യമാക്കി എടുക്കാൻ, നടത്തിയെടുക്കാൻ വ്യാഴാഴ്ച പറ്റും. മനസ്സ് വെച്ചാൽ മതി. അപ്പൊ വ്യാഴാഴ്ച മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട്, പടച്ചവനെ, അള്ളാഹുവെ, എൻ്റെ ആവശ്യം നിറവേറ്റണം ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാഴാഴ്ച കൊണ്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും, അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നാലാമത്തെ ഒരു കാര്യം, വെള്ളിയാഴ്ച മരണപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞു, ലം യുഫ്തന ഫീ ഖബരിഹി, അവരുടെ ഖബറിൽ ഒരു ഫിത്ന ഉണ്ടാകില്ല. അതായത് ഉലമാക്കൾ ചർച്ച ചെയ്തപ്പോൾ ഖബറിൽ ചോദ്യത്തിന് വേണ്ടി മലക്കുകൾ പോലും വരൂല്ല എന്ന് വരെ പറഞ്ഞ ഉലമാക്കളുണ്ട്. അത്രയേറെ പ്രഗത്ഭമാണ് വെള്ളിയാഴ്ചയുടെ മരണം. ആ ഒരു സമയം തുടങ്ങുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങും എന്നൊക്കെ ഉലമാക്കൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയിലേക്ക് ചേരുന്ന ഒരു പ്രത്യേകത കൂടെ വ്യാഴാഴ്ചയിലേക്ക് കയറി വരുന്നുണ്ട്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ഒരു പ്രത്യേകത, അഞ്ചാമത്തെ ഒരു അത്ഭുതം. എന്താ പ്രത്യേകത? പരിശുദ്ധമായ വ്യാഴാഴ്ച അസർ കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അല്ലാഹു വലിയൊരു അവസരം കൊടുക്കുന്നുണ്ട്. അതെന്താ? വെള്ളിയാഴ്ചയുടെ ഒരുക്കത്തിന്റെ ഭാഗമാണ് നഖം മുറിക്കൽ. ഇപ്പൊ പീരീഡ്സിന്റെ സമയത്തല്ലാത്ത, അശുദ്ധിയിലല്ലാത്ത മുഴുവൻ ആളുകൾക്കും ആഴ്ചയിൽ നഖം മുറിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസമാണ് വ്യാഴം. മൻ അറാദ അയ്യമനൽ ഫഖറ വശികായത്തൽ അമാ വൽ ബറസി വൽ ജുനൂൻ ഫൽയുകല്ലിം അൽഫാറഹു യൗമൽ ഖമീസ് ബഅദൽ അസ്ർ എന്ന് ഹദീസിൽ കാണാം. അതായത് മൻ അറാദ അയ്യമനൽ ഫഖറ, ഒരാൾക്ക് ദാരിദ്ര്യം വേണ്ട, ഈ ഒരു വർഷം ദാരിദ്ര്യം എനിക്ക് ഉണ്ടാകരുത് എൻ്റെ ജീവിതത്തിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെയാണ് വശിക്കായത്തിൽ അമ്മ, കണ്ണിന് ഓപ്പറേറ്റ് ചെയ്യേണ്ട, തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്ക് ഉണ്ടാകരുത് എന്ന് മോഹമുണ്ടെങ്കിൽ, കേട്ടോളൂ, വൽ ബറസു വൽ ജുനൂൻ, വെള്ളപ്പാണ്ട് രോഗം, നമ്മുടെ സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, അതൊന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ജുനൂൻ, ഭ്രാന്തായി പോകുക, ബുദ്ധി മറഞ്ഞു പോകുക, എത്ര പ്രശ്നമാണല്ലേ, അതൊന്നും ഉണ്ടാകരുത് എന്ന് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒറ്റ പണി, ഒറ്റ അമൽ മതിയാകും. ഏതാ? ഫൽയുഖല്ലിം അദ്ഫാറഹു യൗമൽ ഖമീസ് ബഅദൽ അസ്ർ, വ്യാഴാഴ്ച അസ്ർ കഴിഞ്ഞ് നഖം മുറിച്ചാൽ മതി എന്നാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ച അസ്ർ കഴിയുമ്പോൾ സുന്നത്താണ് എന്നുള്ള നിയ്യത്തിൽ, വെള്ളിയാഴ്ചയുടെ ഒരു ഒരുക്കമാണ്, സുന്നത്താണ് എന്ന നിയ്യത്ത് വെച്ച് ചെയ്താൽ നമുക്ക് ഈ ഫലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയാണ് റമദാനിൽ.
അതുകൊണ്ട് ഓർത്ത് ചെയ്യണം. അത് ഈ ഫസ്റ്റ് ആദ്യത്തെ വ്യാഴാഴ്ച മാത്രമല്ല, അടുത്ത വ്യാഴാഴ്ചയും അസർ കഴിഞ്ഞ് അടുത്ത വ്യാഴാഴ്ചയും, അങ്ങനെ നമ്മുടെ ലൈഫിൽ വ്യാഴാഴ്ച നഖം മുറിക്കൽ തിരഞ്ഞെടുത്താൽ ഇത്രയും വലിയ സൗഭാഗ്യം കിട്ടും. റമദാൻ ആയതുകൊണ്ട് സുന്നത്തിന് ഫർദിന്റെ കൂലിയാണ്, ഓർത്ത് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇനി 6ാമത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണപാനീയങ്ങളല്ലാത്ത ഒരുപാട് നിഅമത്തുകൾ അവന്റെ അടിയാറുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ നിഅമത്തുകളിൽ പലതും അള്ളാഹു കൊടുക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദുആ ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന അങ്ങനെ പ്രത്യേക നിഅമത്തുകളുണ്ട്. ആ നിഅമത്ത് പലപ്പോഴും ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം വ്യാഴാഴ്ച വൈകിട്ട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വ്യാഴാഴ്ച അസർ കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ നൽകുന്ന എല്ലാ ഖൈറും ഞങ്ങൾക്ക് നൽകണേ. പ്രത്യേകിച്ച് നോമ്പുകാരും ആയിരിക്കുമല്ലോ, ഒരുപാട് സൗഭാഗ്യങ്ങളാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കേട്ടോളൂ, 7ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇക്കൊല്ലത്തെ 2026 റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഏറ്റവും പ്രഗത്ഭമായൊരു അത്ഭുതം നടക്കാൻ പോകുന്നത് ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദറാണ്. നമുക്കൊക്കെ മോഹമുണ്ട്, റമദാൻ തന്റെ ലൈലത്തുൽ ഖദർ മോഹിച്ചുകൊണ്ട് ഉമ്മത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ, അതായത് വ്യാഴാഴ്ച റമദാൻ നോമ്പ് തുടങ്ങിയാൽ ആ തുടങ്ങുന്ന നാട്ടുകാർക്ക് അക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ മഹത്തുക്കളായ ഉലമാ പറയുന്നുണ്ട്, ഇമാം ഗസാലി തങ്ങളെ പോലുള്ളവർ പറയുന്നുണ്ട്. അത് എന്നാ വരുന്നത്? അത് ആ വർഷത്തെ പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദർ വരാൻ പോകുന്നത് പരിശുദ്ധമായ റമദാൻ 25-ാം രാവിലാണ്. 27-ാം രാവ് വളരെ പ്രഗത്ഭമാണ്. അതേപോലെ തന്നെ 17-ാം രാവ്, ബദരീങ്ങളുടെ ആണ്ടിന്റെ രാവുണ്ടല്ലോ, അന്നൊക്കെ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്ന് തറപ്പിച്ചു പറഞ്ഞ ഉലമാക്കൾ സ്വഹാബത്തൊക്കെ ഉണ്ട്, പ്രഗത്ഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിന്റെ ആദ്യ രാവ് ലൈലത്തുൽ ഖദറിന്റെ സമാനമായ രാവാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ഓരോ രാത്രി പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധമായ വ്യാഴാഴ്ച നോമ്പ് ഒരു കൊല്ലത്തെ റമദാനിൽ തുടങ്ങിയാൽ അക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ 25-ാം രാവിലാണ്. അപ്പൊ എന്നായിട്ട് വരും? അത് മാർച്ച് 14-ാം തീയതി ശനിയാഴ്ച മഗ്രിബ് വാങ്കോടെ, മാർച്ച് 14 ശനിയാഴ്ച നോമ്പ് തുറയോടെ കയറി വരുന്ന രാവാണ് 25-ാം രാവ് ഇക്കൊല്ലത്തെ. ആ രാവിലാണ് കൂടുതൽ സാധ്യത ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ. അപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, വേണമെന്ന് മോഹമുണ്ടെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് 1000 മാസത്തിനേക്കാൾ അഫ്ളൽ, അത് എത്രയാ? അത് കണക്കറിഞ്ഞൂടാ, അല്ലാഹു അഅലം. അത്രയും ശ്രേഷ്ഠത ഒറ്റ രാവ് കൊണ്ട്. അപ്പോൾ വരുന്ന മാർച്ച് 14-ാം തീയതി ശനിയാഴ്ച നോമ്പ് തുറയോടെ കയറി വരുന്ന രാത്രിയെ പരിഗണിച്ചാൽ ലൈലത്തുൽ ഖദർ ഇക്കൊല്ലത്ത് കിട്ടാൻ കൂടുതൽ സാധ്യത കൂടുതലാണ്. അതായത് മാർച്ച് 15 ഞായറാഴ്ച രാവായിട്ട് വരും, മാർച്ച് 14 ശനിയാഴ്ച നോമ്പ് തുറയോടെ. അപ്പോൾ ഇക്കൊല്ലത്തെ പരിശുദ്ധ റമദാൻ കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട്. 7ഓളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദറിന്റെ സൂചനയുടെ അത്ഭുതമാണ്. പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോടും പറയാൻ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു, രോഗങ്ങൾ പറഞ്ഞു, പ്രയാസങ്ങൾ പറഞ്ഞു. എല്ലാവരെയും ദുആയിൽ പ്രത്യേകം ഓർക്കുന്നു, ചേർക്കുന്നു. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ എല്ലാവിധ അനുകൂല നിലപാടുകളും അല്ലാഹു നമുക്ക് ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.